കേരളത്തിൽ മാത്രമല്ല മഴ, കനത്ത മഴയെ തുടർന്ന് മുംബൈയിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാത്രി മുഴുവൻ കനത്ത മഴയാണ് മുംബൈ നഗരത്തിന്റെ വിവിധ മേഖലകളിലും ലഭിച്ചത്. പല പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. നമുക്കിപ്പം കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, ഗുഡ് മോർണിംഗ്. ഇവിടെ കേരളത്തിലും ശക്തമായിട്ട് മഴയുണ്ട്, വടക്കൻ കേരളത്തിലൊക്കെ. ഇപ്പോൾ മുംബൈയിലെ അവസ്ഥ ഇത് തന്നെയാണ്. പലയിടങ്ങളിലും ഒക്കെ വെള്ളക്കെട്ട് അതിരൂക്ഷമാണല്ലോ. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ? ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. മുംബൈയിലെ അവസ്ഥ പറയുകയാണെങ്കിൽ അത് വളരെ ഇപ്പോൾ പരിതാപകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഇന്നലെ രാത്രി കനത്ത മഴയാണ് മുംബൈ, താനെ, റായ്ഗഡ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ മുംബൈയിലും റായ്ഗഡിലുമാണ് ഇന്ന് രാവിലെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തിറക്കിയിരിക്കുന്ന ഈ മഴ മുന്നറിയിപ്പിൽ റെഡ് അലേർട്ടായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുംബൈയിൽ യെല്ലോ അലേർട്ടായിരുന്നു. പക്ഷേ രാത്രി തോരാത്ത മഴയായിരുന്നു പല പ്രദേശങ്ങളിലും, മുംബൈയിലും അതുപോലെ തന്നെ റായ്ഗഡ് മേഖലയിലുമൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അത് റെഡ് അലേർട്ടായി ഇന്ന് റെഡ് അലേർട്ട് നിലനിൽക്കുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മുംബൈയിലെ തന്നെ പല പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് അന്ധേരി, ജോഗേശ്വരി, ജുഹു തുടങ്ങിയ മിലൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഈ കനത്ത മഴയെ തുടർന്ന് ഈ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. ചില താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കാര്യമായ തോതിൽ കയറിയിരിക്കുന്നുവെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളും മറ്റും പറയുകയും ചെയ്യുന്നത്. വിക്രോളിയിൽ ആകട്ടെ 248.55 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ രാത്രിക്ക് ശേഷം ലഭിച്ചതെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. ഏതായാലും അടുത്ത ഒന്ന് രണ്ട് ദിവസം കൂടി ഈ മുംബൈയിൽ ഈ മഴ സംബന്ധിച്ചുള്ള മഴ ഇങ്ങനെ തന്നെ, അതായത് മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി മഴയ്ക്ക് നേരിയ ശമനമുണ്ടാകും, പക്ഷേ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇതിനിടയിൽ മുംബൈ പോലീസ് ഈ ജനങ്ങളോട് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ വീടുകൾക്ക് പുറത്തേക്ക് വരാവുള്ളൂ, അല്ലെങ്കിൽ കഴിവതും, അതായത് ഒഴിവാക്കാനാകാത്ത എന്തെങ്കിലുമൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തേക്ക് വരാറുള്ളൂ, അല്ലെങ്കിൽ വീടുകൾക്കും ഫ്ലാറ്റുകൾക്കും ഉള്ളിൽ തന്നെ തുടരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മഴ ഇപ്പോഴും മുംബൈയിലുണ്ട്. മുംബൈക്ക് മാത്രം പുറമെ റായ്ഗഡ്, താനെ തുടങ്ങിയ പ്രദേശങ്ങളിലും ഈ മഴ നിലനിൽക്കുന്നുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ ശക്തമായ മഴയാണ് മുംബൈ നഗരത്തിലൊട്ടാകെ ഉണ്ടായിരുന്നത്. മുംബൈയിൽ ഇപ്പോഴും മഴ തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ വിവിധ മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. നമ്മളെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ 2 ദിവസം കൂടി ഈ ഒരു മഴ ഉണ്ടാകുമെന്നുള്ളൊരു വിവരമാണ് ബാലു നൽകുന്നത്.